ഫ്രണ്ട്സ്, കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ചമ്മന്തി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ജാതിക്ക ചമ്മന്തി. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജാതിക്ക, തേങ്ങ ചിരകിയത്, വാളംപുളി, പച്ചമുളക്, ചുമന്നുള്ളി, ഉപ്പ് ആവശ്യത്തിന്. ജാതിക്ക ഇപ്പോൾ ഞാനിത് 2 എടുത്തിരിക്കുന്നത്. 2 വേണ്ട, നമുക്ക് 1 ഇട്ട് അരച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഇത് ഞാനൊരു ജാതിക്ക തൊലി കളഞ്ഞ് വെച്ചതാണ്. ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, 2 പച്ചമുളക്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലെ പുളി, ഒരു 4 ചുവന്നുള്ളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി, ഇത് 2 പച്ചമുളകാണ്. ഇത്ര വലുപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുക്കാം. അരമുറി തേങ്ങ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആദ്യം തേങ്ങ ഇടുന്നതിന് മുന്നേ നമുക്ക് ഇതൊന്ന് ഒതുക്കിയതിന് കണ്ടില്ലേ, ഇതുപോലെ ആയി. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുക്കാം. ടേസ്റ്റിയായ ജാതിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. പച്ച ജാതിക്ക കൊണ്ടാണ് ചമ്മന്തി അരച്ചിരിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജാതിക്ക ഉള്ളവരുടെ വീട്ടിൽ 2 പറിച്ച് ഇതുപോലെ തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഉപ്പും പുളിയൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ച് നോക്കുക. ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ വയറ് നിറയെ എല്ലാവർക്കും ചോറ് കഴിക്കാം. നോയമ്പ് സീസണിലും എല്ലാവർക്കും ഇതുപോലെ ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. അടുത്ത ദിവസം മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം.